നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 3 ദിവസത്തിനകം നമ്മളെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ശപഥം ചെയ്തിരിക്കോ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എവിടേക്കെങ്കിലും മാറി താമസിക്കാമെന്ന്. സർ, ജയന്തി അടുത്ത് പറയുന്ന കേട്ട് നമ്മൾ ഇവിടുന്ന് മാറി താമസിച്ചൊന്നിരിക്കട്ടെ. അടുത്തത് അവർ അപ്പൂനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കും. പിന്നെ അച്ഛനെയും അമ്മയും പുറത്താക്കാനും അവര് മടിക്കില്ല. അതിന് നമ്മളായിട്ട് വഴിവെച്ച് കൊടുക്കണോ? ഇപ്പൊ അത്യാവശ്യത്തിന് 2 ഡോസ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. സർ, വാ, ഞാനല്ലേ വിളിക്കുന്നത്. വരൂന്നേ. അല്ല, ശരി, വരണ്ട. ഞാനൊന്നും കഴിക്കുന്നില്ല. ശ്യാമ പോയി കഴിക്കേ. എന്തിനാ? സാറ് കഴിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ മാത്രം കഴിക്കണോ? വേണ്ട, ഒന്നും പറയണ്ട. ഒന്നുകിലും നമ്മൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ പട്ടിണി എടുക്കുന്നു. അത്ര തന്നെ. ശ്യാമേ, താനും കഴിക്കേ. കഴിക്കാം. ശ്യാമയെ പറഞ്ഞ അതവക്ക് അത്ര കേൾക്കില്ല. അഖിലിനെ പറഞ്ഞ അതവൾക്ക് പൊള്ളും. കാണിച്ചു തരാടി. ആ ഭാര്യ വീടേ പരമസുഖാണേ. അല്ല, വേറെ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ. 3 നേരവും സമയാസമയം വന്നിരുന്ന് വെട്ടി വിഴുങ്ങാം. അതല്ലേ അടുത്ത ഡയലോഗ്. ആ എന്റെ പൊന്ന് ജയന്തി അടുത്തി, പുതിയ ഡയലോഗ് ഒന്നും സ്റ്റോക്കില്ലേ? ഉണ്ടെങ്കി പറ, അത് കേക്കട്ടെ. എന്തു പറ്റി? ഡയലോഗ് കഴിഞ്ഞോ? സാരമില്ല, ഇനി 2 ദിവസം കൂടിയുണ്ട്. അതിനിടയ്ക്ക് പുതിയ ഐഡിയ ആയിട്ട് വാ, ഞങ്ങൾ ഇവിടുന്ന് ചാടിക്കാനേ. ചപ്പാത്തിക്ക് നല്ല രുചി. ഒന്നുകൂടി കഴിച്ചേക്കാം. സാറും കഴിക്കാം. ഇന്നെന്താ വല്ല ഗ്രഹണമാണോ? ഞാനൂല് തല വെക്കുന്നു. ജയന്തി എടുത്തിടന്ന് നാം പഠിപ്പിച്ചല്ലോ. ശരിക്കും അത്ഭുതമായിട്ടേ എനിക്ക് തോന്നുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തനിക്ക് കഴിയൂ? കഴിയാഞ്ഞിട്ടല്ല, അതത്ര നല്ലതല്ലെന്ന് വെച്ചിട്ടാ. പക്ഷെ ഇപ്പൊ അവര് തലയ്ക്ക് മുകളിലായി, അതുകൊണ്ടാ. സാറ് കഴിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.